Copyright disclaimer under Section 107 of the Copyright Act 1976. Allowance is made for fair use for purposes such as criticism, comment, news reporting, scholarship, and research. Fair use is a use permitted by copyright statute that might otherwise be infringing. Non-profit, educational, or personal use tips the balance in favor of fair use. ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വൈഫൈൻ്റെ പാസ്വേഡ് എങ്ങനെ കണ്ടുപിടിക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട ആവശ്യമായ കാര്യം നമ്മളിപ്പോൾ പാരറ്റോയ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാലിനെക്സ് ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു വൈഫൈ അഡാപ്റ്റർ വാങ്ങിയിട്ടുണ്ട്. TP ലിങ്കിൻ്റെ വൈഫൈ അഡാപ്റ്ററാണ്. ഓക്കെ, അതിൽ മോണിറ്റർ മോഡ് എനേബിൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ വൈഫൈ അഡാപ്റ്റർ വാങ്ങിയിരിക്കുക. ഓക്കെ, നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതാണ് നമ്മുടെ വൈഫൈ അഡാപ്റ്റർ. ഓക്കെ, ഇത് TP ലിങ്കിൻ്റെയാണ്. നോക്കിക്കഴിഞ്ഞാൽ മോഡ് ഉണ്ടാവും. മാനേജർ മോഡിലാണ് കിടക്കുന്നത്. നമുക്ക് മോണിറ്റർ മോഡ് ആക്കണം. ഓക്കെ, ചെക്ക് കില്ലെന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വൈഫൈ ഇവിടെ കട്ടായി. നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ കട്ടായി. അപ്പോൾ നമുക്ക് അടുത്തത് മോണിറ്റർ മോഡ് എനേബിൾ ചെയ്യാം. സുഡോ എയർ ഓൺ -NG സ്റ്റാർട്ട് കൊടുത്തിട്ട് നമ്മളെ വൈഫൈ അഡാപ്റ്ററിൻ്റെ ഇത് ഇവിടെ കൊടുക്കുക. ഇതാണ് നമ്മളെ വൈഫൈ അഡാപ്റ്റർ. നമ്മളിപ്പോൾ TP ലിങ്കിൻ്റെ ആദ്യം വാങ്ങുകയാണെങ്കിൽ ഇതേപോലെ ചെയ്താൽ കിട്ടില്ല. മോണിറ്റർ മോഡ് എനേബിൾ ചെയ്യാനുള്ള കുറച്ച് ഗിറ്റബിൻ്റെ റെപ്പോസിറ്ററികളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് ഗൂഗിളിലോ യൂട്യൂബിലോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഇത് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മോണിറ്റർ മോഡ് എനേബിൾ ആയിക്കോളും. ഓക്കെ, ഇങ്ങനെ എൻ്റർ അടിക്കുക. നോക്കിക്കഴിഞ്ഞാൽ മോണിറ്റർ മോഡ് എനേബിൾഡ് എന്ന് നമുക്ക് വന്നു. ഓക്കെ, ഒന്നുകൂടി നമ്മൾ IW കോൺഫിഗ് ഇത് അടിച്ചുവിടുക. കോൺഫിഗ് എന്ന് അടിക്കുക. അപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മോഡ് മോണിറ്റർ മോഡായി. നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ മാനേജറിലായിരുന്നു കിടന്നിരുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മാനേജറിലായിരുന്നു, ഇപ്പോൾ മോണിറ്റർ മോഡിലായി. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ എയർഗഡോൺ എന്ന് പറഞ്ഞ ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗൂഗിൾ നമുക്ക് വർക്ക് ചെയ്യില്ല. കാരണം എന്താ, നമ്മൾ വൈഫൈ കട്ടാക്കിയിട്ടുണ്ടല്ലോ. നോക്കിയാൽ നിങ്ങൾക്കറിയാം നമ്മൾ വൈഫൈ ഇൻ്റർഫേസ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ആ ഗിറ്റബ് റെപ്പോസിറ്ററി ഇൻസ്റ്റാൾ ചെയ്യുക. ചിലപ്പോൾ ഇതിൽ ഇപ്പോൾ കാര്യമാണെങ്കിൽ പാരറ്റ് ആയാലും ചിലപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആവും എയർഗഡോൺ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നമുക്ക് ആദ്യം വേണ്ടത് ഒരു വൈഫൈൻ്റെ ഹാൻഡ് ഷേക്ക് നമുക്ക് കിട്ടണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ചെയ്യാനുള്ള കാര്യം ആദ്യം നമുക്ക് ടൂളൊന്ന് റൺ ചെയ്യാം. ഓക്കെ, ഞാൻ സ്ക്രീനൊന്ന് വലുതാക്കി എയർഗഡോൺ എന്ന് കൊടുത്തു. ഓക്കെ, റൺ ചെയ്തു. നമുക്ക് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് നമുക്കിവിടെ വന്നു. ഓക്കെ അല്ലേ, ഇത് ഈ ടൂൾ ഇൻസ്റ്റാൾ അല്ലെങ്കിൽ APT ഗെറ്റ് ഇൻസ്റ്റാൾ എയർഗഡോൺ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഗിറ്റബ് റെപ്പോസിറ്ററി ഉണ്ടാവും, ഗിറ്റ് ക്ലോൺ ഇറങ്ങി കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ പ്രസ് എൻ്റർ ടു കണ്ടിന്യൂ എന്ന് വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഓൾറെഡി ടൂൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ വൈഫൈൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആവണമെങ്കിൽ ടൂൾ വൈഫൈ വേണം. അപ്പോൾ ആദ്യം അത് ചെയ്ത ശേഷം, ഇല്ലാത്തവരായി ചെയ്ത ശേഷം വേണം ഈ ഒരു ടൂള് ഇത് മോണിറ്റർ മോഡ് എനേബിൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ വൈഫൈ അഡാപ്റ്റർ ചോദിക്കേണ്ട ഏതാണെന്ന് നമ്മൾ കണ്ടില്ലേ. ചിപ്സെറ്റ് TP ലിങ്കിൻ്റെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. TP ലിങ്കിൻ്റെ ഈ ഒരു കറക്റ്റ് മോഡൽ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അറ്റാക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, 3 അമർത്തി. ഓക്കെ, ഇതിൽ നിങ്ങളോട് സെലക്ട് ചെയ്യാൻ പറയുന്നത് നമ്മളിത് മോണിറ്റർ മോഡാണോ നോക്കണം. അപ്പോൾ പുട്ടിൻ ഇൻ്റർഫേസ് ഇൻ മോഡ് എന്നുള്ളത് നമ്മൾ 2 അമർത്തി. ഓക്കെ, ആൾറെഡി മോണിറ്റർ മോഡ് എന്നുള്ളത് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. എൻ്റർ അമർത്തുക. ഇനി നമുക്ക് ഹാൻഡ് ഷേക്ക് വേണം നമുക്ക്. ഓക്കെ, 5-ാമത്തെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്, 4-ാമത്തെ ഉണ്ട് എക്സ്പ്ലോർ ടാർജറ്റ് മോണിറ്റർ മോഡ് എനേബിൾ നീഡഡ്. ഓക്കെ, 4-ാമത്തെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എൻ്റർ അമർത്താം. അപ്പം നമുക്കിവിടെ ഒരു ഇത് വന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സംഭവം വന്നിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ജസ്റ്റ് ഒരു 30 സെക്കൻഡ് 30 സെക്കൻഡൊക്കെ മതി. ജസ്റ്റ് അതിനുശേഷം Ctrl+C അടിക്കാം. ഇവിടെ BSSID എന്ന് വന്നിട്ടുണ്ട്. പിന്നെ വൈഫൈൻ്റെ പേര് വന്നിട്ടുണ്ട്. ഓക്കെ, എൻ്റെ വീട്ടിലത്തെ വൈഫൈ ആണ്, അശ്വിൻ എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. വന്നിട്ട് Ctrl+C അമർത്താം. ഓക്കെ, ഇനി അപ്പം നമുക്ക് ഇതിൽ സെലക്ട് കുറേ വൈഫൈ ഉണ്ടെങ്കിൽ ഇവിടെ നമ്പർ അനുസരിച്ചാവും. 1 പകരം 2, 3, 4 അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് അതിൽ ചോദിക്കും 1 ആണോ 2 ആണോ ചോദിക്കും. ഇവിടെ പറഞ്ഞാൽ 1 തന്നെയാണ് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കൊടുത്തു. ഇനി നമ്മളിപ്പോൾ ഹാൻഡ് ഷേക്ക് നമ്മൾ ക്യാപ്ചർ ചെയ്തു. ഓക്കെ അല്ലേ. ഓക്കെ, നമുക്ക് ഇനി ഹാൻഡ് ഷേക്ക് ക്യാപ്ചർ ചെയ്യാം. നമ്മൾ 6 കൊടുക്കാം. ക്യാപ്ചർ ഹാൻഡ് ഷേക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എൻ്റർ അമർത്തുക.
ഇനി നമുക്ക് ഒന്നാമത്തെ ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ജസ്റ്റ് എന്തോ ഒരു കാര്യം ചോദിക്കേണ്ടത്, ഞാൻ ജസ്റ്റ് 35 കൊടുത്തു. നിങ്ങൾ ഇഷ്ടം പോലെ എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അറ്റാക്ക് ഹാൻഡ് ഷേക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത് സെലക്ട് ആയിട്ടുണ്ട്. ഓൾറെഡി ആ ഒരു വൈഫൈയിൽ ആരെങ്കിലും ഒരാളെങ്കിലും കണക്റ്റ് ആവണം, എന്നാലും നമുക്ക് ഈ ഒരു ഹാൻഡ് ഷേക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിക്കോളും, ഇത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിക്കോളും. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഇത് ക്ലോസ് ആയിക്കോളും. ഓക്കെ, അതൊരു ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നേരത്തെ നോക്കിയാൽ ഹാൻഡ് ഷേക്ക് കിട്ടിയിട്ടില്ല. ഒന്നും കൂടി നമ്മൾ ചെയ്യണം. ഒന്നാമത്തെയാണ് നമ്മൾ കൊടുക്കുന്ന എൻ്റർ അമർത്തി. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഏതെങ്കിലും ഡിവൈസ് നമ്മൾ കണക്റ്റ് ആവണം, അതാണ് നമ്മളെ പ്രശ്നം. ഓക്കെ, ഞാൻ ഡിവൈസ് കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അത് കിട്ടും തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മൾ സെറ്റായി. ഹാൻഡ് ഷേക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഒരു ഡിവൈസ് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇറർ അവിടെ സംഭവിച്ചത്. ഓക്കെ, ഞാൻ എൻ്റെ മൊബൈലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാത്ത് ഡിഫോൾട്ടായി കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിഫോൾട്ട് ആ പാത്ത് കാണിച്ചു തരും. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. അത് ആ ഒരു പാത്തിൽ കിടക്കേണ്ട റൂട്ടിൽ ഹാൻഡ് ഷേക്ക് എന്നുള്ള അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഒരു പാത്ത് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിത് തന്നെ ചെയ്യുന്ന എൻ്റർ അമർത്തി. ഓക്കെ, നമുക്ക് ഹാൻഡ് ഷേക്ക് കിട്ടിയെങ്കിൽ ഇത് നമ്മൾ മെയിൻ മെനുവിലേക്ക് പോകണം. 0 അമർത്തി മെയിൻ മെനുവിലേക്ക് പോകാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇത് നമ്മൾ മെയിൻ മെനുവിൽ ഓഫ്ലൈൻ അറ്റാക്ക് ചെയ്യണം. 6 അമർത്തുക. എന്നിട്ട് പേഴ്സണൽ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തേതാണ് ഇത്. ഒന്നാമത്തെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഡിക്ഷണറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നമർത്തി. ഡു യു വാണ്ട് ക്യാപ്ചർ ദ ഫയൽ? യെസ്, ഇതാണ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത ഫയൽ. BSS ID നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ നെറ്റ്വർക്കത്തെ BSS ID തന്നെ കൊടുക്കുന്നത്. എൻ്റർ അമർത്തുക. ഡിക്ഷണറിൻ്റെ പാത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ സെപ്പറേറ്റ് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. എൻ്റെ വൈഫൈൻ്റെ പാസ്വേഡ് അശ്വിൻ 100 എന്നാണ്. അത് വെച്ചിട്ട് ഞാനൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ss.txt. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലത്തത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പാസ്വേഡ് ലിസ്റ്റ് ഞാൻ ഇപ്പോൾ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇത് വേണ്ട. ഞാൻ കുറേ പാസ്വേഡുകൾ എടുത്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇത് പോകുന്നത് മനസ്സിലാവും. ഇതിലാണെങ്കിൽ ഓക്കെ, ന്യൂ പാസ്വേഡ് എന്നുള്ളതുണ്ട്. ഇതിലാണെങ്കിൽ എത്ര ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കുറേ ഉണ്ട്. എത്ര? അതിൽ 2 ലക്ഷം പാസ്വേഡുകൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതിൻ്റെ ഒരു പാസ്വേഡ് കൊടുക്കാം. ഓക്കെ, ഏറ്റവും അടിയിൽ കൊടുക്കാമല്ലേ, അതാവും കുറേ നേരം ടൈം പിടിച്ചോളും. ഞാനിതാ ഏറ്റവും അടിയിൽ ഇവിടെ കൊടുക്കാം. അശ്വിൻ 100 എന്നാണ് പാസ്വേഡ്. Ctrl+Shift സേവ് കൊടുത്തു. റീപ്ലേസ് കൊടുത്തു. ന്യൂ pass.txt ആട്ടോ നമ്മളെ ഫയലിൻ്റെ പേര്. മറക്കണ്ട. ഇത് ഓക്കെ, ഇത് ഇങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി. നിങ്ങൾ വലിച്ചിട്ടാൽ മതി. വലിച്ചിടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ 2 കോമയും കുത്തും ഒക്കെ വരുന്നുണ്ട്. ഇത് കോപ്പി ചെയ്യുക. Ctrl+C അമർത്തി കോപ്പി ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇവിടെ എറർ വരും. കോപ്പി കൊടുക്കുക. ഈ ഫയൽ ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇത് റൺ ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. നമ്മൾ റൺ ചെയ്യേണ്ടത് ഇതാണ്. നമ്മൾ പാസ്വേഡ് ചെക്ക് ചെയ്യണം. ഇവിടെ നമ്മളെ പാസ്വേഡ് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്ര ടൈം ഇത് ഇങ്ങനെ ലോഡാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഇതേപോലെ പാസ്വേഡ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് കാലിലൻസിന് ഇൻബിട്ടായിട്ട് rocky.txt എന്നുള്ള ഫയലുണ്ട് പാസ്വേഡായിട്ട്. ഓക്കെ, ഇതിൽ എത്ര ഫയലുണ്ട്? ടോട്ടൽ ഇത്ര ഫയലുകളുണ്ട്. 1,00,000 അടുത്ത് നമ്മൾ ഫയലുകൾ ഇതിലുണ്ട്. ടെസ്റ്റ് ചെയ്യണം നമ്മൾ. അതിന് ടൈം എടുക്കണം. കണ്ടില്ലേ, 2 മിനിറ്റിലാണ് 1,00,000 പാസ്വേഡ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, 22% ആയി. ഓരോന്നും നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ കൊടുത്തത്. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ
സ്വന്തം നെറ്റ്വർക്കിൽ ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ പറഞ്ഞാലും നമുക്കിപ്പോൾ കണ്ടൊരു വൈഫൈൻ്റെ പാസ്വേഡാണല്ലോ കിട്ടണ്ടേ. അപ്പോൾ അവരനുസരിച്ചുള്ള പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ സ്കൂളുകളാണെങ്കിൽ ആ സ്കൂളിൻ്റെ വെച്ചിട്ട് പേരും സ്ഥലവും പിൻകോഡും ഒക്കെ വെച്ചിട്ടുള്ള പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ പരമാവധി ലെറ്റേഴ്സാവും, നമ്പേഴ്സും ലെറ്റേഴ്സൊക്കെ വെച്ചിട്ട് മിക്സ്ഡ് ആക്കിയിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, 48% ആയി. ഓക്കെ, 50 പകുതി നമുക്ക് കഴിഞ്ഞു. 1 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റ് 2 മിനിറ്റോളം നമുക്ക് ഒരു വർഷം പാസ്വേഡ് നോക്കാൻ അടിച്ചു നോക്കാം. സാധാരണ നമ്മൾ ഈ ഇതിൽ ജസ്റ്റ് ഓരോന്ന് കയറി നോക്കി നമുക്ക് കിട്ടില്ല. ഓക്കെ അല്ലേ? ഓക്കെ, 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി 1 മിനിറ്റ് കൂടി. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. എയർ ക്രാക്ക് -5. ഓക്കെ, 90 97. ഓക്കെ, കിട്ടുമോ നോക്കാം നമുക്ക്. ഓക്കെ, പാസ്വേഡ് ആയിട്ട് ലാസ്റ്റ് നമ്മൾ കൊടുത്തത് കണ്ടോ, അശ്വിൻ 100 എന്ന് പറഞ്ഞത് കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു ഇതുകൊണ്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക.